കൊല്ലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചു. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മുരുകനാണ് മരിച്ചത്. ചികിത്സ നിഷേധിച്ച ആശുപത്രികൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് കൂട്ടിക്കടയിലുണ്ടായ അപകടത്തിൽ മുരുകന് ഗുരുതരമായി പരിക്കേറ്റത്. പോലീസ് മുരുകനുമായി ആദ്യം പോയത് കൊട്ടിയം കിംസ് ആശുപത്രിയിലേക്ക്. വെന്റിലേറ്റർ സൗകര്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും മടക്കി. രണ്ടാമത് കൊണ്ടുപോയത് സ്വകാര്യ മെഡിക്കൽ കോളേജായ മെഡിസിറ്റിയിലേക്ക്. കൂടെ ബന്ധുക്കളില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും മടക്കി. അവർക്ക് ഇതേപോലെ കേസുകൾ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ഉടനെ അവർ പറയും ഇവിടെ വെന്റിലേറ്ററില്ല, ഇവിടെ പേഷ്യൻ്റ് എടുക്കാൻ പറ്റില്ല, പിന്നെ നമ്മളെ വണ്ടി അവിടെ നിൽക്കാനൊന്നും സമ്മതിക്കില്ല, ഇവിടുന്ന് വണ്ടി എടുക്കരുത്, അങ്ങനെ ഇതിന് മുന്നേ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാഫുകൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇതിനൊക്കെ ഇവിടെ ബൈസ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ എടുക്കാത്തത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. ഇവിടെയും വെന്റിലേറ്റർ ഇല്ലെന്നായിരുന്നു മറുപടി. സമീപിച്ച മറ്റു സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ലഭിച്ച മറുപടിയിലും മാറ്റമില്ല. ആശുപത്രികളിൽ നിന്നും മരണത്തോട് മല്ലടിക്കുന്ന മുരുകനുമായി വീണ്ടും കൊല്ലത്തേക്ക്. അസീസിയ മെഡിക്കൽ കോളേജിലെത്തിച്ചപ്പോൾ അവരും കൈമലർത്തി. പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മുരുകന്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രികൾ കയറിയിറങ്ങിയത് 7.5 മണിക്കൂർ. പ്രാഥമിക അന്വേഷണത്തിൽ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തി. പോലീസ് കേസെടുത്തു. ആക്സിഡന്റ് വിക്ടിമായാൽ ഒരു കാരണവശാലും ഒന്നും നോക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ ഹോസ്പിറ്റൽ ട്രീറ്റ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ അത് ചെയ്യാത്ത ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്, ഒരു മെഡിക്കൽ നെഗ്ലിജൻസിൽ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ വരും. മുരുകന് ചികിത്സ നിഷേധിച്ച എല്ലാ ആശുപത്രികൾക്കെതിരെയും മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. മെഡിസിറ്റി ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ ഫേസ്ബുക്കിൽ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം.